ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു അനൗൺസ്മെന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, തേർഡ് സെമ്മിന്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ BSc നഴ്സിംഗ് പഠിക്കുന്ന തേർഡ് സെമസ്റ്ററിൽ, അതായത് സെക്കൻഡ് ഇയറിലുള്ള സ്റ്റുഡൻസിന് ആദ്യത്തെ സെം എക്സാം, തേർഡ് സെമ്മിന്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് മെയ് 9 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അന്ന് തന്നെ നടക്കുമെന്ന് വിചാരിക്കാം. ആക്ച്വലി ലാസ്റ്റ് ഇയർ ഓഗസ്റ്റിലായിരുന്നു നടന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ആക്കിയെന്നറിയില്ല. എന്തായാലും യൂണിവേഴ്സിറ്റി ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയ് 9 എക്സാം. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്കും മറ്റ് യൂണിവേഴ്സിറ്റിക്കാർക്കും ഇതുവരെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. സ്റ്റിൽ നമുക്കൊരു 30-40 ദിവസം എന്തായാലും എക്സാമിന് ഇനിയും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഒരു ജൂൺ ആദ്യം അല്ലെങ്കിൽ ജൂൺ പകുതിയോടുകൂടി എക്സാം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം അത് കണക്കാക്കി ഓൾറെഡി ലേറ്റാണ്, എന്നാലും നമുക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്യാനുള്ള ഒരു സമയം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോർഷൻസ് നന്നായിട്ട് പഠിക്കാനുള്ള സമയം നമുക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനൊരു സഹായകരമെന്നുള്ള രീതിയിൽ നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും, നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ആസ് പെർ മൈ പ്ലാൻ, ഇറ്റ് ഇസ് 60 days ക്രാഷ് കോഴ്സ്. ഐ ഡോണ്ട് നോ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എക്സാം വരുമോ, ഒരു 50 ദിവസത്തിനുള്ളിൽ എക്സാം വന്നാലും ആയി, അതും ചിലപ്പോൾ സാധ്യതയുള്ളതാണ്. ഇല്ല എങ്കിൽ 60 ദിവസം, മാക്സിമം 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമുക്കുണ്ടാവും. അതിന് മുന്നേ തന്നെ ഞാനൊരു 50 ദിവസത്തിനുള്ളിൽ തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ച് തീർക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ കുട്ടികൾക്കുള്ള ക്രാഷ് കോഴ്സ് 45 ദിവസത്തിന്റെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. 4 സബ്ജക്ട്സും 100% ഓൾറെഡി എല്ലാം പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്. അവർ ഒപ്പം ക്ലാസ്സുകൾ, വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും, ഒപ്പം അതാത് ചാപ്റ്റേഴ്സ്, സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിനൊപ്പമുള്ള MCQസും ഒപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതും അല്ലാതെയുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. ഒപ്പം അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, അവർ തപ്പിയിട്ട് കിട്ടാത്ത ടോപ്പിക്സിൻ്റെ നോട്ടുകളും ഷോർട്ട് നോട്ട്സുകളും പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 17 തീയതിയാണ് അവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് 17 രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്ക് 22 ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് സെമ്മിൽ ഒരുപാട് കുട്ടികൾ ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞിരുന്നു, യൂട്യൂബിലൂടെയൊക്കെ കമൻറ്റ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്കും കേരള യൂണിവേഴ്സിറ്റിക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 20 അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ ക്രാഷ് കോഴ്സിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കാൻ പോകുന്നത്. ഒപ്പം നിങ്ങളുടെ തേർഡ് സെമ്മ് നിങ്ങൾ സ്വയം പഠിച്ചാലും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതായത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നമ്മുടെ സിലബസിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കണ്ടൻസ് പറയാം. അപ്പോൾ 60 ദിവസമാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് പറയുന്നത് തേർഡ് സെം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സാം വരാൻ പോകുന്ന 2 പേപ്പറുകളാണ്. ഒന്ന് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി എന്നുള്ള ഒരു പേപ്പറും, അല്ലെ A പാർട്ടും B പാർട്ടും എന്ന് പറഞ്ഞ 2 പേപ്പർ, അതായത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് രണ്ടാമത് അഡൽട്ട് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ പാർട്ട് 1. ഇതുമാണ് നമ്മളുടെ ഈ 2 പേപ്പർ തേർഡ് സെമ്മിന്റെ എക്സാം. അതിലുള്ള എല്ലാ സബ്ജക്ട്സും, ഈ 3 സബ്ജക്ട്സും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഫസ്റ്റ് സെമ്മിൽ നിന്നും ഈ ഇവിടെ തേർഡ് സെമ്മിന് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് ഓൾവേസ് ഐ വിൽ ഗോ ഫോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫസ്റ്റ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്ന, പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ആദ്യം ഞാൻ കവർ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ ആദ്യം കവർ ചെയ്ത് പോകും. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോർഷൻസ് നമുക്ക് ലാസ്റ്റ് ടൈമിലോട്ട് വയ്ക്കാം. നിങ്ങൾ സ്വയം പഠിച്ചാലും തീരുന്ന പോർഷൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ എടുത്തില്ല, സമയമുണ്ടെങ്കിൽ മാക്സിമം എല്ലാം എടുത്തു തരും. ആദ്യം ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എടുത്തു തരും. ഇനി അതുപോലെ തന്നെ ഒപ്പം എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോട്ട്സ്, എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻസ് 10 മാർക്കിൻ്റെ essay ആയാലും 15 മാർക്കിൻ്റെ essay ആയാലും, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ essay ആയാലും എങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ട രീതി, അത് ഞാൻ ഓൾറെഡി ക്ലിയർലി പറഞ്ഞു തരാനാണ്. അതുപോലെ എക്സാമിന് ത്രൂ ഔട്ട് ദ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസും, അതായത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഗൈഡൻസും സപ്പോർട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നിങ്ങൾ ഓരോ ദിവസം പഠിപ്പിക്കുന്ന പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റും പ്രീവിയസ് എക്സാമിൽസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്കത് പ്രത്യേകിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒപ്പം അതായത് ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോറിങ്ങിന്, മാർക്ക് സ്കോർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQs ഞാൻ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സിൻ്റെ പ്രത്യേകത, പല കുട്ടികളും വിചാരിക്കുന്നത് ലൈവ് ക്ലാസ് ആണെന്നാണ്. ലൈവ് അല്ല, റെക്കോർഡഡ് ക്ലാസ് ആണ്. അതായത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ്
ക്ലാസ്സിൻ്റെ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ, അന്നുള്ള ലിങ്ക് വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അന്ന് വരെ എക്സാമിൻ്റെ ക്രാഷ് കോഴ്സ് തീരുന്നതിൻ്റെ അന്ന് വരെ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ് കാണാനുള്ള അവസരം ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫോണിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇനി എത്രയാണ് സമയം എന്ന് പറയുക? മിനിമം നമ്മൾ 2 മണിക്കൂർ അവേഴ്സിൻ്റെ ക്ലാസ്സാണ്. 2 അവേഴ്സിൻ്റെ ക്ലാസ്സാണ് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മിനിമം അവിടെ ഒരു 100 മണിക്കൂറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക്, 100 അതിൽ കൂടുതൽ വരും. കാരണം അത്രത്തോളം ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കൂടുതൽ അവേഴ്സുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, അതായത് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ക്രാഷ് കോഴ്സിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ ഞാൻ തന്നെ സ്വയം പഠിക്കാമെന്ന് തീരുമാനിച്ചിട്ട് അവസാനം 10 ദിവസം മുന്നേ വന്നിട്ട് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം അവിടെ നിങ്ങൾ തലകുത്തി നിന്ന് പഠിക്കേണ്ടി വരും. കാരണം അത്രത്തോളം ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരാൻ പോകുന്നത്. ഷോർട്ട് വീഡിയോസ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എക്സാമിന് കട്ട് ഷോർട്ട് അല്ല വേണ്ടത്. നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എക്സാം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആകുന്ന ഡീറ്റെയിൽ എക്സ്പ്ലനേഷനുള്ള ക്ലാസ്സുകളാണ് ഞാൻ തരുന്നത്. അതുകൊണ്ട് അത്രയും സമയം വേണം. അപ്പോൾ നന്നായിട്ട് പഠിക്കണം എന്ന് താല്പര്യം, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അതായത് ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഇനി പ്രിപ്പയർ ചെയ്യണം എന്ന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ആദ്യം തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവസാന നിമിഷമാകുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് 999. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസ് എന്ന്. വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. നമ്മുടെ ലക്ഷങ്ങൾ കൊടുത്ത് കോളേജിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമുക്ക് അവിടെ പല കോളേജസിലും കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ ചെറിയൊരു തുകയാണ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള 100 മണിക്കൂറിലധികമുള്ള ക്ലാസ്സസിന് നമ്മൾ പേ ചെയ്യുന്നത്. പേ ചെയ്യേണ്ടത് GPay വഴി, നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാം. ഇതാണ് നമ്പർ 8891127927. ഓക്കെ, once again 8891127927. ഈ നമ്പറിൽ നിങ്ങൾക്ക് GPay ചെയ്യാം. GPay ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞങ്ങളൊരു ഗൂഗിൾ ഫോം ഇട്ട് തരും. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിൽ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ പേരും വിവരവും ഫോൺ നമ്പരും, അതായത് വാട്സപ്പ് ഉള്ള ഫോൺ നമ്പരും, നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെയിൽ ID യും, അതുപോലെ നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട്, അതിനകത്ത് ട്രാൻസാക്ഷൻ ID ഉണ്ടാകും. ഇത്രയുമായിട്ട് നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് അത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാകും. നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് 3rd സെമ്മിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി. അതിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ എല്ലാ ഡീറ്റെയിൽസും, അതായത് ക്ലാസ്സിൻ്റെ ലിങ്ക് ആയാലും ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ് ആയാലും നോട്ട്സ് ആയാലും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത് ആ വാട്സാപ്പ് വഴിയായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ആ വാട്സാപ്പ് വഴി തന്നെയാണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക, അതിനുശേഷം ഉണ്ടാകുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് ആ വാട്സാപ്പ് വഴി ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഡെയിലി ക്ലാസ് ഉണ്ടാവും, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. ടോട്ടലി നമുക്ക് ഈ ഒരു 100 മണിക്കൂർ കൂടുതലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് യൂട്യൂബ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊരു ആപ്ലിക്കേഷനും ഒന്നിൻ്റെ ആവശ്യമില്ല, യൂട്യൂബ് വഴി തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കിട്ടുന്നത്. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ പോർഷൻസ് കഴിയുന്നതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ നമ്മൾ ലൈവ് ക്ലാസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും, അതായത് നമ്മുടെ മൈക്രോബയോളജിയും പിന്നെ ഇൻഫെക്ഷൻ കൺട്രോളും അതുപോലെ നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ലൈവ് ക്ലാസ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഫോണുകളിലൂടെ ഏത് സമയത്തും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ കോഴ്സ് തീരുന്ന അന്ന് വരെ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു പഠിക്കാൻ പറ്റുന്നതാണ്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. പക്ഷേ നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം പഠിക്കാം. ഐ എം നോട്ട് ഫോഴ്സിങ്. ഓക്കെ, ഞാൻ ഒരിക്കലും നിങ്ങളോട് നിർബന്ധിച്ച് നിങ്ങളുടെ കോഴ്സിൽ ചേർക്കാൻ ശ്രമിക്കത്തില്ല. നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ സ്വയം പഠിക്കുക, പക്ഷെ നന്നായിട്ട് പഠിക്കുക, ഒട്ടും തന്നെ സമയം കളയരുത്. ഓക്കെ, ചുരുങ്ങിയ സമയം ഒരുപാട് ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഗൈഡൻസ്, ഒരു സപ്പോർട്ട്, ഒരാൾ ഞാൻ റെഫർ ചെയ്ത് എല്ലാം പഠിപ്പിച്ച് തരുമ്പോൾ അത് ജസ്റ്റ് കേട്ടിരുന്ന് പഠിച്ചാൽ മതി. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. എല്ലാ ടോപ്പിക്സും ക്ലിയർ ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യും. അത്രയും മാത്രം ഒരു ഷോർട്ട് ഞാനിതിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നും പറഞ്ഞു തരും. ഓക്കെ, ഏതൊക്കെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം, എങ്ങനെയാണ് എക്സാം പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. 8891127927. എന്തെങ്കിലും ക്യൂരിയസ് ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യാം. ഇനി നമ്മുടെ കോമൺ ആയിട്ട് ക്രാഷ് കോഴ്സിൻ്റെതല്ല, ക്രാഷ് കോഴ്സിൻ്റെ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് എന്താണ് 3rd സെമ്മിൻ്റെ എക്സാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 3rd സെമ്മിൻ്റെ എക്സാം എന്ന് പറയും. 3rd സെം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് പേപ്പർ പഠിക്കുന്നത്
മൈക്രോബയോളജി, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റി. ഈ 2 പേപ്പറും കൂടി ചേർത്തിട്ടാണ് ഫസ്റ്റത്തെ എക്സാം. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 75 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 2 പാർട്ടുണ്ട്. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ മൈക്രോബയോളജിയാണ്, സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിങ് സേഫ്റ്റിയാണ്. അപ്പം മൈക്രോബയോളജിയിൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി എത്ര ചാപ്റ്റേഴ്സാണ്? 4 ചാപ്റ്റേഴ്സാണ് നമുക്ക്. 4 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ചാപ്റ്റേഴ്സ് അല്ല. ഓരോ ചാപ്റ്റേഴ്സും ഒരുപാടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു 4 ചാപ്റ്ററിലായിട്ട് മൈക്രോബയോളജി പഠിക്കാനുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് ബവീജ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അനന്തനാരായണൻ, ഈ 2 ബുക്കുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. ഈ 2 ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നത്. ഞാൻ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ 2 ടെക്സ്റ്റ് ബെസ്റ്റ്, ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള ബുക്കുകളാണ് ബവീജയും അനന്തനാരായണൻ. അപ്പോൾ നമ്മുടെ പുതിയ ഒരുപാട് പബ്ലിക്കേഷൻ ബുക്കുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അവയൊന്നും അധികം അങ്ങനെ റെഫർ ചെയ്യാൻ പോകാറില്ല, കാരണം അതിൽ പല പോരായ്മകളും കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഓൾവേസ് ഐ വിൽ റെക്കമെൻഡ് ഫോർ മൈ സ്റ്റുഡൻസ് ഇറ്റ് ഈസ് ബവീജ ആൻഡ് അനന്തനാരായണൻ. ഈ 2 ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിലബസ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നോക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. മൈക്രോബയോളജിയുടെ ഇൻട്രൊഡക്ഷൻ, പിന്നെ രണ്ടാമത് അതിൻ്റെ മൈക്രോബയോളജിയുടെ മോർഫോളജിക്കൽ ടൈപ്സ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് അത് തന്നെ ഒരുപാട് സ്റ്റെയിനിങ്, കൾച്ചർ, മീഡിയ, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള പാത്തോജനിക് ഓർഗാനിസംസ്, അതായത് ഇവിടെ ജസ്റ്റ് ബേർഡുകൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ സിലബസിനകത്തുള്ള ഏത് ഓർഗാനിസം നമ്മുടെ ബുക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഓർഗാനിസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഓർഗാനിസംസിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, സോഴ്സ്, പോർട്ടൽ ഓഫ് എൻട്രി, അതായത് ഓരോന്നും ഓരോ എസ്സേ ആണ്. ഈ എസ്സേകളിൽ ഓരോ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എസ്സേ കണക്കാക്കി നമുക്ക് പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററാണ് ലാസ്റ്റത്തെ ഇമ്മ്യൂണിറ്റി. വളരെ ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇമ്മ്യൂണിറ്റിയുടെ എസ്സേ, അതുപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ എസ്സേ, അതുപോലെ വാക്സിൻസ്, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ഇതെല്ലാം ഓൺ വേർഡും 2 മാർക്കും 5 മാർക്കും 10 മാർക്കും ഒക്കെ ചോദിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നുണ്ട്. അതും നമുക്ക് കവർ ചെയ്യണം. ഇത് 4 ചാപ്റ്ററാണ് നമ്മുടെ മൈക്രോബയോളജിയിൽ വരുന്നത്. ഓൾവേസ് ഗോ ഫോർ അനന്തനാരായണൻ ഓർ ബവീജ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 75 മാർക്സിന്റെ ടോട്ടൽ എക്സാമിന്റെ പകുതി മാർക്ക് പോകുന്നത് സെക്ഷൻ ബി പാർട്ടായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റിയാണ്. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ എന്തൊക്കെ പഠിക്കാനാണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അതായത് നമ്മൾ ഫണ്ടമെന്റൽസിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച കുറച്ച് ടോപ്പിക്സ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം HAI എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നോസോകൊമിക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മളൊരു ജസ്റ്റ് 2 മാർക്കിന് വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽസിൽ പഠിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് കോമൺലി ഉള്ള എല്ലാ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഇവിടെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന ഐസൊലേഷൻ പ്രിക്കോഷൻസ് ആൻഡ് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതായത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, നമ്മളിൽ നിന്നും ഇൻഫെക്ഷൻസ് പേഷ്യൻസിലോട്ട് പോകാതിരിക്കാനും പേഷ്യൻസിൽ നിന്ന് ഇൻഫെക്ഷൻസ് നമുക്ക് കിട്ടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും അതിൻ്റെ യൂസേജും അതിൻ്റെ ഗൈഡ് ലൈൻസും എഫക്റ്റീവ് യൂസിനെ കുറിച്ചുമാണ് നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ടെക്നിക്കാണ് ഹാൻഡ് ഹൈജീൻ. അത് തന്നെ ഒരു എസ്സേ ടോപ്പിക്കാണ്. ഓക്കെ, 1-2 എസ്സേ അതിനകത്തുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു എസ്സേ ടോപ്പിക്കാണ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള 5 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. പിന്നെ നമുക്ക് സ്പെസിമെൻ കളക്ഷൻസ് പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോമെഡിക്കൽ വേസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്ലിനിക്കൽ ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. കാരണം നമ്മുടെ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വരും, പേപ്പർ വേസ്റ്റ് വരും, അതുപോലെ അനാട്ടമിക്കൽ വേസ്റ്റ് വരും, ബ്ലഡ് വരും, അല്ലേ, ഇതുപോലെയുള്ള പല ഗ്ലാസ് ബോട്ടിൽസ് വരും, മെഡിക്കേഷൻസ്, എക്സ്പയർഡ് മെഡിക്കേഷൻസ് വരും. അതെല്ലാം പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, സ്റ്റാഫിൻ്റെ പ്രിക്കോഷൻസ് എങ്ങനെയാണ്, ലോണ്ടറി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്, ലേബിൾ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് ഉണ്ട്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ച് പ്രിവെൻഷൻ, അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെത്തിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ് MRSA എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പല ഡ്രഗ്സും
പല ആൻറ്റിബയോട്ടിക്സും മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് പോലും ഏൽക്കാത്ത മൈക്രോ ഓർഗാനിസംസ്, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നാണ്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. പിന്നെ പേഷ്യൻ്റ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്, അതും ഒരു വലിയൊരു ടോപ്പിക്കാണ്. പിന്നെ ഇൻസിഡൻറ്റ് ആൻഡ്, അതായത് ഒരുപാട് ടോപ്പിക്സ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഇൻസിഡൻറ്റ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്സ്, IPSG ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് സേഫ്റ്റി ഗോൾസ്, സേഫ്റ്റി പ്രോട്ടോകോൾസ്, എംപ്ലോയി സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഹെൽത്ത് കെയർ വർക്കർ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓക്യുപ്പേഷണൽ എക്സ്പോഷർ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 11 യൂണിറ്റുകളിലായിട്ട് എന്തോരം ടോപ്പിക്സാണ് നമുക്ക് അവിടെ പഠിക്കാനാണ്. അപ്പോൾ ഇതെത്രയും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മൈക്രോബയോളജിയും ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഇൻക്ലൂഡിങ് സേഫ്റ്റി എന്നുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സത്യമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഫെയിലാകുന്ന ഒരു സബ്ജക്റ്റാണ് മൈക്രോബയോളജി. കാരണം നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷേ അതിൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് വരുമെന്ന് കറക്റ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് നമുക്കൊരു കഥ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല മൈക്രോബയോളജി. നമുക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. തെറ്റായിട്ടൊരു നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ പോലും നമുക്ക് ഒരു സിസ്റ്റത്തിലുള്ള ഒരു ഡിസീസ് പഠിച്ചു കഴിഞ്ഞാൽ അതിനുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഡിസീസസ് നമുക്ക് സെയിം ആയിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷേ മൈക്രോബയോളജി it's entirely different from other subjects. You have to study detail. ഒന്നും തന്നെ നമുക്ക് അവിടെ ഒഴിവാക്കി വിടാൻ പറ്റത്തില്ല. സോ അത്രയും സമയമെടുത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ പേപ്പറാണ് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ നമുക്ക് അതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ 3rd സെമ്മിൽ ഫാർമക്കോളജി 1, ഫാർമക്കോളജി എന്താ പറയുന്നത്, നമ്മുടെ ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ. ഫാർമക്കോളജി 1ഉം പാത്തോളജി 1 നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ കോളേജസിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങളുടെ സിലബസ് പ്രകാരം അത് 3rd സെമ്മിൽ വരുന്നതാണ്. പാത്തോളജി 1ഉം ഫാർമക്കോളജി 1ഉം. പക്ഷേ ഈ 2 പേപ്പറും നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഇല്ല. നിങ്ങളുടെ 4th സെമ്മിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. സോ വെൻ വി ആർ ടേക്കിംഗ് 4th സെം ക്ലാസ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഓക്കെ, നാലാമത്തെ സെമ്മിൻ്റെ എക്സാം അടുപ്പിച്ച് നമ്മൾ അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ക്രാഷ് കോഴ്സോ ട്യൂഷനോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ 3rd സെമ്മിൻ്റെ എക്സാം എന്താണോ, 2 പേപ്പർ ഏതൊക്കെയാണോ ആ 2 പേപ്പറുമാണ് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ഫോർ യൂണിവേഴ്സിറ്റി എക്സാം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള വീക്ക്ലി ടെസ്റ്റുകളോ യൂണിറ്റ് ടെസ്റ്റിനോ വേണ്ടിയിട്ടുള്ളത് അല്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ എക്സാമിനുള്ള പേപ്പർ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ആണ്. ഓക്കെ, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണോ ഫസ്റ്റ് സെമ്മിൽ അനാട്ടമിയും ഫിസിയോളജിയിലും കുറേ ഓർഗൻസ് പഠിച്ചു, കുറേ ഓർഗൻസും അതിൻ്റെ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സും ഫങ്ഷൻസും എല്ലാം പഠിച്ചു. അതിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, ആ ഓർഗൻസിൽ ഉണ്ടാകുന്ന ഓരോ തരത്തിലുള്ള ഡിസീസസ്, ആ ഡിസീസസ് എന്താണ്, എവിടെ ഉണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എങ്ങനെ അത് ഡയഗ്നോസ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ പാത്തോഫിസിയോളജി, എന്താണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ്, എല്ലാ തരത്തിലുള്ള മാനേജ്മെൻറ്റും മെൻഷൻ ചെയ്യണം. അപ്പോൾ അതാണ് അത് ഓരോ ഡിസീസസും, ഓരോ സിസ്റ്റത്തിലുമുള്ള ഓരോ ഡിസീസസും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ കാരണം, എന്താണ് ആ ഡിസീസസ് എന്ന് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എഴുതണം, എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് എഴുതണം, എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് എഴുതണം, എന്തൊക്കെയാണ് അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് എഴുതണം, എന്താണ് അതിൻ്റെ പാത്തോഫിസിയോളജി എന്ന്, അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയഗ്നോസിസ്, നമ്മളതെങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ള എന്തൊക്കെ ഡയഗ്നോസിസ് പ്രൊസീജിയറുകളുണ്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മരുന്നുകൾ കൊടുത്ത് ഡ്രഗ്സിലൂടെ ട്രീറ്റ് ചെയ്യാം, സർജറി റിലേറ്റഡ് ട്രീറ്റ് ചെയ്യാം, അതുപോലെ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ്, ഈ 4 തരത്തിലുള്ള മാനേജ്മെൻറ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്. അങ്ങനെ വരുമ്പോൾ ആ ഓരോ ഡിസീസ്, ഒരു ചാപ്റ്ററിനകത്ത് 1, 2 ഡിസീസാണ് ഉള്ളത്, 10, 40, 50 ഡിസീസസാണ് നമുക്ക് ഓരോ ചാപ്റ്ററിനകത്തും പഠിക്കാനുള്ളത്. അത് ഓരോന്നും ക്ലിയർ ആയിട്ട് പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ മാത്രം നമുക്ക് കുറച്ചൊന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ. കാരണം അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അങ്ങനെയൊന്നും അധികം ചോദിക്കാറില്ല. പിന്നെ ഔട്ട് പേഷ്യൻറ്റ്, ഇൻ പേഷ്യൻറ്റ്, ഇൻറ്റൻസീവ് കെയർ എന്താണെന്ന് അറിയണം. പിന്നെ ഇൻഫ്ലമേഷൻ, വൂണ്ട് ഹീലിംഗ്, വൂണ്ട് കെയർ, ഡ്രസ്സിംഗ് ടെക്നിക്ക് അതൊക്കെ പഠിക്കണം, കാരണം അതൊക്കെ പ്രാക്ടിക്കലിലുള്ളതാണ്.
പിന്നെ പ്രീ ഓപ്പറേറ്റീവ് കെയർ ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഓഫ് ദ പേഷ്യൻറ്റ്, അത് രണ്ടുമാണ്. പക്ഷേ ഈ പ്രീ ഓപ്പറേറ്റീവ് കെയറും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും അവിടത്തെക്കാളും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലാണ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ്. പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ് നമ്മൾ ഈ പ്രീ ഓപ്പറേറ്റീവും ഇൻട്രാ ഓപ്പറേറ്റീവും പോസ്റ്റ് ഓപ്പറേറ്റീവ്, അതായത് ഒരു സർജറിക്ക് എടുക്കുന്ന പേഷ്യൻറ്റിന് അതിന് സർജറിക്ക് മുന്നേ ഉള്ള കാര്യങ്ങൾ, സർജറിയുടെ ഡ്യൂറിങ്ങിലുള്ള കാര്യങ്ങൾ, സർജറിക്ക് ശേഷമുള്ള കാര്യങ്ങൾ, OT ഡിസൈൻസ്, OT സ്റ്റാഫിംഗ്, മെമ്പർ ഓഫ് OT ടീം, ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നഴ്സ് ആൻഡ് ഓൾ ഇൻസ്ട്രുമെന്റ്സ് യൂസിങ് ഇൻ ദ OT, ഡിസ്ഇൻഫെക്ഷൻ പ്രൊസീജിയേഴ്സ്, ഗൗണിങ്, മാസ്കിംഗ്, ഗ്ലൗവിംഗ്, സ്ക്രബിംഗ് പ്രൊസീജിയേഴ്സ്, everything we have to study in the second unit. So that is important, very very important and repeatedly asked area. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. തേർഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് മറ്റൊന്നും കൂടെ പഠിക്കാൻ, അനസ്തീഷ്യയുടെ ഒരു അനസ്തീഷ്യ മെഡിസിൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു, എന്തൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, അത് നമുക്ക് അവിടെ പഠിക്കണം. പിന്നെ നമ്മുടെ ലീഗലി ഉള്ള കാര്യങ്ങളും സർജറിയും അനസ്തീഷ്യയും റിലേറ്റഡ് ആയിട്ടുള്ള ലീഗലി ഉള്ള കാര്യങ്ങളും അവിടെ പഠിക്കണം. ഇനി തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സിസ്റ്റം വൈസ് പോവുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് നഴ്സിംഗ് കെയർ ഓഫ് പേഷ്യൻസ് വിത്ത് കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. അതായത് ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ നോർമലി നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ 5 to 6 ലിറ്റർ ആണ്. അപ്പോൾ ആ 5 to 6 ലിറ്ററിനേക്കാൾ, അതായത് നമ്മുടെ ബ്ലഡ് വോളിയം അതിന് 5 to 6 ലിറ്ററിനേക്കാൾ കൂടിയാലെന്ത് പ്രശ്നം, കുറഞ്ഞാലെന്ത് പ്രശ്നം. ഒരുപാട് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ് കുറേ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ബ്ലഡിലുണ്ട്. അത് കൂടിയാൽ എന്തൊക്കെയാണ്, കുറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നഴ്സിംഗ് കെയർ മാനേജ്മെൻറ്റ് പഠിക്കണം. അത് കഴിഞ്ഞാൽ ഷോക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പെയിൻ മാനേജ്മെൻറ്റ്, അതും മറ്റൊരു 10 മാർക്ക് എസ്സേ ആണ്. പെയിൻ മാനേജ്മെൻറ്റ്, ഷോക്ക് മാനേജ്മെൻറ്റ് 10 മാർക്കിൽ ചോദിക്കാം. ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റ വേർഡ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ വേർഡ് വരുന്നതല്ല, അതിനകത്ത് തന്നെ 10-25 കണ്ടീഷനുണ്ട്. 25-ലധികം കണ്ടീഷൻസ് നമുക്കവിടെ പഠിക്കാനുണ്ട്. ഓരോന്നിൻ്റെ മാനേജ്മെൻറ്റ് ചെറിയൊരു ചാപ്റ്റർ എന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് എ ബിഗ് ചാപ്റ്റർ, സോ മെനി കണ്ടീഷൻസ് ആർ ദെയർ, വി ഹാവ് ടു സ്റ്റഡി. സോ അത് മനസ്സിലാക്കി പഠിച്ച, നിങ്ങൾക്ക് കഴിയാത്ത കാര്യമല്ല, എല്ലാവർക്കും കഴിയും. ഞങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും അത് കഴിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് സമയമെടുത്ത് ആത്മാർത്ഥതയോടെ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത, ഞാനത് വായിച്ച് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും, നിങ്ങളത് കേട്ടിരുന്ന് പഠിക്കുക, അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇത്രയാണ് നിങ്ങൾക്കുള്ള പണി. അതങ്ങനെ ഒരു ചുരുക്കി വർക്ക് ലോഡൊന്ന് കുറച്ച് തരുമെന്നുള്ളതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഗുണം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ എന്താണ്? അടുത്ത് നമ്മൾ പഠിക്കുന്നത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സിസ്റ്റത്തിൻ്റെയും പ്രോബ്ലംസ്, ആദ്യം റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ റെസ്പിറേറ്ററിയുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ വേണം. അത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ഹിസ്റ്ററി ടേക്കിംഗ്, ഫിസിക്കൽ അസസ്മെൻറ്റ്, എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട് എന്നറിയണം. അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഓരോ ഡിസീസസും, കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഡിസീസസും നമ്മൾ പഠിക്കണം. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് തന്നെ 4-5 ടൈപ്പ് ഉണ്ട്. പിന്നെ ക്രോണിക് COPD, പ്ലൂറൽ എഫ്യൂഷൻസ്, എംഫൈമ, ബ്രോങ്കിയാക്ടാസിസ്, ന്യൂമോണിയ, ഇതെല്ലാം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലങ് ആപ്സിസ്, സിസ്റ്റ്, ട്യൂമേഴ്സ്, ചെസ്റ്റ് ഇഞ്ചുറീസ്, അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, ARDS എന്ന് പറയും, അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, റിപ്പീറ്റഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പൾമണറി എംബോളിസം, പിന്നെ ഹെൽത്ത് ബിഹേവിയേഴ്സ് ടു പ്രിവെൻറ്റ് റെസ്പിറേറ്ററി ഇൽനെസ്. ഇതിനകത്ത് നമുക്ക് സ്പൈറോമെട്രി അതുപോലുള്ള കുറേ സപ്പോർട്ടീവ് മെഷേഴ്സും ഒക്കെ പഠിക്കാനുണ്ട്. എസ്സേ ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ മെനി ഡിസീസസ് ആർ ദർ, വി ഹാവ് ടു സ്റ്റഡി വൺ ബൈ വൺ, വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് റെസ്പിറേറ്ററി ആദ്യം ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് പഠിക്കണം. ആ പോർഷനിൽ വരുന്ന കുറേ ഡിസീസ് ഉണ്ട്, അത് പഠിക്കുക. അത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുക, അതിലുള്ള ഡിസീസസ് എല്ലാം പഠിക്കുക. അത് കഴിഞ്ഞ് ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിൻ്റെ അനാട്ടമി, അതിൻ്റെ ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ അസസ്മെൻറ്റ്, അതിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതിൻ്റെ ഡയഗ്നോസിസുകൾ, പിന്നെ അതിലുള്ള ഓരോ ഡിസീസസും അതിൻ്റെ ഞാൻ ഈ തൊട്ട് മുന്നേ പറഞ്ഞ അതാത് സ്റ്റെപ്പുകൾ അനുസരിച്ച് ഡിസീസ് എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അത് എങ്ങനെ കാണപ്പെടുന്നു, എന്താണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതിൻ്റെ പാത്തോഫിസിയോളജി എന്താണ്, അതെങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്തു, എങ്ങനെ നമുക്കത് ട്രീറ്റ് ചെയ്യാം, ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റുകൾ അവിടെ ഉണ്ട്, ഇൻക്ലൂഡിങ് നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മളവിടെ
പറയേണ്ടതുണ്ട്. എക്സാമിന് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 85-90% മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ 100% മാർക്ക് കിട്ടുമെന്നുള്ള വാഗ്ദാനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു 90% മാർക്ക് നേടാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഹെർണിയാസ്, പിന്നെ ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. സോ മെനി ഡിസീസസ് ആർ ദെയർ, സോ മെനി ഇമ്പോർട്ടൻറ്റ് ഡിസീസസ് ആർ ദെയർ. അതുപോലെ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ECG തന്നെ നമുക്ക് അരിത്മിയാസ് തന്നെ ഒരുപാട് അരിത്മിയാസ് ഉണ്ട്. ECGയിലുള്ള വേരിയേഷൻസ് തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. 6th യൂണിറ്റ്. അതിൽ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബ്ലഡ് ഡിസോർഡേഴ്സ്, അനീമിയാസ്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, ലിംഫോമാസ്, മൈലോമാസ്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അനീമിയാസ്, പലതരം ഒരുപാട് ടൈപ്പ് അനീമിയാസ് ഉണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കണം 7ാമത്തെ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, റെസ്പിറേറ്ററി ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. നെക്സ്റ്റ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ ഗ്ലാൻഡുകളുമായിട്ട് റിലേറ്റഡ് ആയി നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം ഇവിടെ പഠിച്ചിട്ടുണ്ട്. അനാട്ടമി ഫിസിയോളജി ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ച ആ ഓർഗൻസിനുണ്ടാകുന്ന ഡിസീസസ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ. ഡയബറ്റീസ് മെൽറ്റസ് റിപ്പീറ്റഡ്ലി ആസ്ഡ് വാട്ട് SA ക്വസ്റ്റ്യൻസ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ്, കുഷിംഗ് സിൻഡ്രോം, അഡിസൺസ് ഡിസീസ്, തൈറോയ്ഡ്, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, പാരാഹൈപ്പോതൈറോയിഡിസം, പാരാഹൈപ്പോതൈറോയിഡിസം, പിറ്റ്യൂട്ടറി ഡിസോർഡേഴ്സ്, ഗ്രോത്ത് റിട്ടാർഡേഷൻ, ഡോർഫിസം, എക്രോമെഗാലി, ഇങ്ങനെ പലതരത്തിലുള്ള ഡിസീസസ് നമുക്ക് പഠിക്കാനുണ്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ. അത് കഴിഞ്ഞാൽ പഠിക്കണം ഇൻഡോഗ്യുമെൻ്ററി സിസ്റ്റം, സ്കിൻ ഡിസോർഡേഴ്സ്, സ്കിന്നിലുണ്ടാകുന്ന അലർജി, സോറിയാസിസ്, ആഗ്നി, എക്സിമ, ഇൻഫെക്ഷൻസ്, ഡെർമറ്റൈറ്റിസ്, അങ്ങനെ അതിൻ്റെ സ്പെഷ്യൽ തെറാപ്പീസ്, ഡ്രഗ്സ്, ഇൻഡോഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ മസ്കുലോസ്കെൽറ്റൻ സിസ്റ്റത്തിൽ ഇസേ ടോപ്പിക്സ് ഉണ്ട്. അതായത് നമ്മുടെ ഫ്രാക്ചേഴ്സ്, സൈനോസൈറ്റിസ്, ആർത്രൈറ്റിസ്, ഒരുപാട് ഓർത്തോപീഡിക് മൊഡാലിറ്റീസ് ഉണ്ട്. പിന്നെ ട്യൂമേഴ്സ് ഉണ്ട്, ഡിസ്ലൊക്കേഷൻസ് ഉണ്ട്, ഫ്രാക്ചർ ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, കൺഡ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിസീസസ് നമുക്ക് മസ്കുലോസ്കെൽറ്റൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓസ്റ്റിയോപോറോസിസ് ഇമ്പോർട്ടൻറ്റ് 10 മാർക്ക് എസ്സേ. ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സ് ഡിസീസ്, പാജറ്റ്സ് ഡിസീസ്, ഇതെല്ലാം എന്തിൽ വരുന്ന പോർട്ട് സ്പൈൻ, ഇതെല്ലാം മസ്കുലോസ്കെൽറ്റൻ ഡിസീസിൽ വരുന്ന ഡിസീസാണ്. ഇതെല്ലാം പഠിക്കണം. അത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആക്ച്വലി കമ്മ്യൂണിറ്റി എന്നുള്ളത് നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, അവിടെ വരുന്നതാണ്. അവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കുറേ ഡിസീസ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ട്യൂബർക്ലോസിസ് പോലെയുള്ള ട്യൂബർക്ലോസിസ്, മെനിഞ്ചൈറ്റിസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ. മെനിഞ്ചൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസിൻ്റെ ടൈപ്സ്, ചിക്കൻ ബോക്സ്, മംസ്, ഡെങ്കു, ഡിഫ്തീരിയ, ഇപ്പോൾ നമ്മുടെ COVID-19, പോളിയോമൈലൈറ്റിസ്, ഇതെല്ലാം കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്ത് വരുന്നു. ഇങ്ങനെ 11 ചാപ്റ്ററുകളാണ് അഡൽട്ട് ഹെൽത്ത് നഴ്സിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 11 ചാപ്റ്ററിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിലബസ്. നിങ്ങളുടെ 3rd സെം മൈക്രോബയോളജി, പിന്നെ അതിൻ്റെ അവിടെ വരുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി, ഇൻക്ലൂഡിങ് സേഫ്റ്റി പഠിക്കണം. പിന്നെ നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ഈ 11 ചാപ്റ്ററും അതിനകത്തുള്ള ഡിസീസസ് നമുക്ക് പഠിക്കണം. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേൺ ആണ്. അത് കേരള യൂണിവേഴ്സിറ്റി ആയാലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും എക്സാം ഒരേ പാറ്റേണിലാണ് സംഭവിക്കുന്നത്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്നുള്ളത്. അതിനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഇല്ല എങ്കിൽ ഇത് നോക്കുക. ഇതിവിടെ നോക്കുക. 75 മാർക്കിനാണ് ഒരു പേപ്പർ ഒരു ദിവസത്തെ എക്സാം എന്ന് പറയുന്നത്. അനാട്ടമി അല്ല നമ്മുടെ മൈക്രോബയോളജി വരുമ്പോൾ മൈക്രോബയോളജി 37 മാർക്കിനും, സെക്കൻഡ് പാർട്ട് B എന്ന് പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഇൻക്ലൂഡിങ് സേഫ്റ്റി എന്നുള്ളത് 38 മാർക്കിനുമാണ് വരുന്നത്. 37 ഈ 38 മാർക്കിന് മൈക്രോബയോളജി നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ട് 6 ഒൺവേർഡ് ക്വസ്റ്റ്യൻസും, പിന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഒരു 10 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യനും, പിന്നെ 3 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേസും, പിന്നെ 3 ഡിഫറൻസ് ബിറ്റ്വീൻ എന്നുള്ള 3 ക്വസ്റ്റ്യനും, 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനും. അതായത് ഒരു എസ്സേ 6 ഒൺവേർഡ് ക്വസ്റ്റ്യൻ 6 മാർക്ക്. 7ാമത്തത് ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്, അത് 10 മാർക്കിനാണ്. പിന്നെ 5 മാർക്കിനുള്ള 3 എസ്സേ ഉണ്ട്, ഷോർട്ട് ടൈം എസ്സേ ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ് 5 മാർക്ക് 15 മാർക്ക്. പിന്നെ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. അതായത് സാമ്യമുള്ള 2 വേർഡുകൾ തമ്മിൽ അത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരും.
2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏതാണ്, 5 മാർക്കിന് ചാൻസ് ഉള്ളത് ഏതാണ്, 1 മാർക്കിന് ചാൻസ് ഉള്ളത് ഏതാണെന്നുള്ളത് അവിടെ ഞാൻ പറഞ്ഞു തരും. പിന്നെ രണ്ടാമത്തെ പാർട്ട് ബി പാർട്ടും അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ്. 7 ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 ഒൺവേർഡ് ക്വസ്റ്റ്യൻസും 1 essay ക്വസ്റ്റ്യനും പിന്നെ 3 ഷോർട്ട് ആൻസേഴ്സ് ഷോർട്ട് എസ്സേയും പിന്നെ 3 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും. അത് 38 മാർക്ക്. 38 37 ടോട്ടലി 75 മാർക്ക്. ഔട്ട് ഓഫ് 75 നിങ്ങൾ 38 മാർക്ക് എടുക്കണം പാസ്സാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, ടെൻഷനൊന്നും വേണ്ട. പിന്നെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റ പേപ്പറാണ്. നമുക്ക് അവിടെ എ പാർട്ടും ബി പാർട്ടും ഇല്ല. ഒരു പേപ്പർ 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ പ്രത്യേകത ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് 12 ക്വസ്റ്റ്യൻ ഉണ്ട്. 12 ഒൺവേർഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പം തന്നെ നിങ്ങൾക്ക് 12 ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കിട്ടിക്കഴിയും, ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞാൽ 2 എസ്സേ ഉണ്ട്. 15 മാർക്കിൻ്റെയാണ് എസ്സേ, 10 മാർക്കിൻ്റെ അല്ല. 15 മാർക്കിൻ്റെ 2 എസ്സേ ആണ് നിങ്ങൾക്ക് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. മിസ്റ്റർ ഇസഡ്, എ 49-year-old ബാങ്ക് എംപ്ലോയി, ബ്രോട്ട് ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്ത് അക്യൂട്ട് ഓൺസെറ്റ് ഓഫ് ചെസ്റ്റ് പെയിൻ ആൻഡ് സ്വെറ്റിംഗ്. ഓക്കെ, ഇത് നിങ്ങൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ദാറ്റ് ഈസ് ആൻജൈന പെക്ടോറിസ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ. കാരണം ചെസ്റ്റ് പെയിനും വിത്ത് സ്വെറ്റിങ്ങും എക്സ്പെഷ്യലി ചെസ്റ്റ് പെയിൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ആൻഡ് ഷോൾഡർ ദാറ്റ് ഇൻഡിക്കേറ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പോൾ ഇതൊരു സാഹചര്യ സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആൻഡ് സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ഓൺ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ. അവിടെയാണ് നിങ്ങളുടെ കോസസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അവിടെ സെപ്പറേറ്റ് മാർക്കും ഉണ്ട്. എ പാർട്ട് എന്ന് പറയുമ്പോൾ അത് 3 മാർക്കിനാണ്. അത് കണക്കാക്കി ജസ്റ്റ് ഒരു സെന്റൻസിൽ എഴുതി വെച്ചാൽ ആ 3 മാർക്ക് കിട്ടുമോ? ഇല്ല. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താണ്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ ഏത് ഭാഗത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഒരു 3 മാർക്കിന് കണക്കാക്കി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് അടുത്ത 3 മാർക്കിനാണ്. റിസ്ക് ഫാക്ടേഴ്സ് അതും എക്സ്പ്ലെയിൻ ചെയ്യുക. റിസ്ക് ഫാക്ടേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഒപ്പം അതിന് ചെറിയ എക്സ്പ്ലനേഷൻസും കൊടുക്കുക. നെക്സ്റ്റ്, പ്രിപ്പയർ നഴ്സിംഗ് കെയർ പ്ലാൻ ഫോർ മിസ്റ്റർ ഇസഡ്, പ്രയോറിറ്റൈസിങ് 3 നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർ 24 hours. ആദ്യത്തെ 3 മണിക്കൂറിൽ ഈ പേഷ്യൻ്റ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് 3 നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോം ചെയ്ത് ആ നഴ്സിംഗ് ഡയഗ്നോസിസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കെയർ പ്ലാൻ തയ്യാറാക്കുക. അതിനാണ് 4+5 മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, 4+5 നഴ്സിംഗ് കെയർ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ഇൻ്റർവെൻഷൻസ്, അസസ്മെൻറ്റും ഇൻ്റർവെൻഷൻസും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എഴുതണം. അതിനാണ് 9 മാർക്സ്. അടുത്ത രണ്ടാമത്തെ എസ്സേ ആണ് COPD. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ പെത്തോഫിസിയോളജി ഓഫ് COPD എന്നാണ്. പക്ഷേ ആദ്യത്തെ പാർട്ട് ഡിഫൈൻ COPD ആണ്, അതിന് 2 മാർക്കാണ്. രണ്ടാമത്തെ പാർട്ട് ഡിസ്കസ് പെത്തോഫിസിയോളജി ഓഫ് COPD. അവിടെ പെത്തോഫിസിയോളജി മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ കാരണങ്ങൾ എഴുതണം, കോസസ് എഴുതണം, റിസ്ക് ഫാക്ടേഴ്സ് എഴുതണം. അത് കഴിഞ്ഞ് നിങ്ങൾ പെത്തോഫിസിയോളജി എഴുതണം. എന്നാലേ അതിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ, എന്നാലേ അവിടെ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് അതിൻ്റെ എക്സ്പ്ലെയിൻ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് COPD, അതിന് 7 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് മാത്രമായിട്ട് ചുരുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. മെഡിക്കൽ മാനേജ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒപ്പം അതിൻ്റെ സർജിക്കൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റോ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ്. ആസ് എ നഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ്. എല്ലാ കണ്ടീഷൻസിനും നിങ്ങൾ നഴ്സിംഗ് മാനേജ്മെൻറ്റ് പ്രധാനമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതിൽ ജസ്റ്റ് ഓരോ കണ്ടീഷൻസേ ഉണ്ടാകത്തുള്ളൂ. അതിൽ നിങ്ങൾക്ക് ആ കണ്ടീഷൻസിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് കണ്ടീഷൻസ്, അതിൻ്റെ കോസസ്, റിസ്ക് ഫാക്ടേഴ്സ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, പാത്തോഫിസിയോളജി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, ഓൾ ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ്, എവറിത്തിങ് യു ഹാവ് ടു മെൻഷൻ ഇൻ ദ ഷോർട്ട് വേ. അത്രയും നമ്മുടെ 15 മാർക്കിൻ്റെ എസ്സേയുടെ അത്രയും എക്സ്പ്ലനേഷൻ വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ചുരുക്കി എഴുതാം ആ കണ്ടീഷൻസ്. ക്ലിയർ? ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ചാപ്റ്ററിലുള്ളതാണ് ടൈപ്സ് ഓഫ് അനസ്തീഷ്യ 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. തേർഡ് ചാപ്റ്ററിലാണ് ഫ്ലൂയിഡ് ഇംബാലൻസ് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് പെർണീഷ്യസ് അനീമിയയുടെ ടൈപ്പ് 5 മാർക്ക്. എക്സിമ ഇൻറ്റഗ്മെൻ്ററി സിസ്റ്റത്തിനകത്താണ് 5 മാർക്ക്. ഡോട്ട്സ് തെറാപ്പി ട്യൂബർക്ലോസിസ് എന്നുള്ള കണ്ടീഷൻ്റെ ചെറിയൊരു മാനേജ്മെൻറ്റ് മാത്രമാണ്. ഡയറക്റ്റ് ഒബ്സർവേഷൻ ട്രീറ്റ്മെൻറ്റ് സ്കീം എന്നുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഡോട്ട്സ് തെറാപ്പി എന്നത്. ട്യൂബർക്ലോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണത്. അത് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നു. ഇതുപോലെ 5 മാർക്കിന്
5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഏതിൽ? നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ. അത് കഴിഞ്ഞാൽ ഗീവ് റീസൺ എന്നുള്ള പറഞ്ഞ 2 സാഹചര്യങ്ങൾ തന്നിക്കും അതിൻ്റെ കാരണങ്ങൾ എഴുതാൻ വേണ്ടി 2 മാർക്കിനുണ്ടാകും. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി 2 ക്വസ്റ്റ്യൻ 2 മാർക്കിനുണ്ടാകും. എന്തായാലും ടോട്ടലി 4 ക്വസ്റ്റ്യൻ 2 മാർക്കിന് അവിടെ ഉണ്ടാകും. ഇതാണ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് യുവർ തേർഡ് സെം എക്സാം, ഹൗ ഇറ്റ് വിൽ ബി, വാട്ട് വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, നമുക്ക് 2 പേപ്പറേ ഉള്ളൂ. കവർ ചെയ്യാൻ ഈസി ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് നോട്ട് ഈസി. സോ മെനി ടോപ്പിക്സ് ആർ ദെയർ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതിരിക്കുക, പ്ലാൻ ചെയ്ത് പഠിക്കുക. ദിവസം ഇനി എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. ഒപ്പം നിങ്ങൾ MCQസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും എന്നുള്ള വിശ്വാസത്തോടെയും ഇനി നമ്മുടെ ഹെൽപ്പ് ആവശ്യമുള്ളവരാണെങ്കിൽ, എൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് 20-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.